ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞങ്ങളിന്ന് പുറത്ത് പോവാം. ഇന്ന് സാറ്റർഡേ. അപ്പം ഹോസ്റ്റലിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഹോസ്റ്റലിൽ പോവാണ്. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ്സ് എന്താണെന്ന് വെച്ചാൽ കൊളോണിക്ക എന്ന് പറഞ്ഞിട്ടൊരു സലൂണുണ്ട്, അവിടെ പോവാം. കുറച്ചൊക്കെ ത്രെഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനടുത്താണ് മാക്സ്. അപ്പം മാക്സിൽ റിപ്പബ്ലിക് ഡേൻ്റെ എന്തോ ഓഫറുണ്ട്. അപ്പം അങ്ങോട്ടും പോകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വെച്ചേക്കുവാണ്. അതുകൂടി ചെന്നിട്ട് കാണിച്ചു തരാം. പ്ലാനിങ് എന്ന് വെച്ചാൽ 3 മണിക്ക് ജിമ്മിൽ പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 3 മണിക്ക് പോകും. അതെ, പോവുക. അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് ഫുഡ് കഴിച്ച് റെഡി ആക്കുക. ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചില്ല, ജിമ്മിനും പോയില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വരണില്ല എന്ന് പറഞ്ഞിട്ട് റെഡിയായി ഇപ്പം ഇറങ്ങി. അങ്ങനെ നമ്മൾ കൊളോണിക്ക് എത്തി. അങ്ങനെ അവൻ്റെ ത്രെഡ് ചെയ്യാൻ പോവാൻ. ഞാനിതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല. എൻ്റെ പിരിയം കണ്ടു. എന്നേലും എനിക്ക് ത്രെഡ് ചെയ്യണം. എനിക്കിതിൻ്റെ അകമൊക്കെ കാണിച്ച് വീഡിയോ എടുക്കണമെന്നുണ്ട്. എന്നാലും ഞാൻ എടുക്കാൻ കയറപ്പോഴത്തേനും അവരെന്നോട് ചോദിക്കും, ഞാൻ പറയും യൂട്യൂബ് ഇട്ടിക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ അവരെന്നോട് ചോദിക്കും എത്ര സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഞാൻ പറയും 87 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിക്ക് വേണ്ടിയാണ് എടുക്കണം. അപ്പം ഞാൻ എങ്ങനെ പറയും? ഞങ്ങളങ്ങനെ കൊളോണിക്കിൽ നിന്ന് ഇറങ്ങി ഇനി മാക്സിലോട്ട് പോവുകയാണ്. മാക്സ് ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ കൊളോണിക്കിൽ നിന്ന് ഇറങ്ങി മാക്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റൈൽ യൂണിയനിൽ വരുന്നത്. ഗൈസ്, നമ്മൾ എന്താ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങി ഇനി മാക്സിലോട്ട് പോവാണ്. ഒന്നും എടുത്തൊന്നുമില്ല സ്റ്റൈൽ യൂണിയൻ, പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്നാൽ നൈസായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഗൈസ്, നമ്മൾ മാക്സിലെത്തി. മാക്സിൽ ഫ്ലാറ്റ് 299 അണ്ടർ 299 ഓഫർ എടുക്കുകയാണ്. പ്ലസ് വേറെ എന്തോ ഓഫർ കൂടിയൊക്കെ ഉണ്ടെന്ന്. റിപ്പബ്ലിക് ഡേ ഓഫർ ഉണ്ട്, പക്ഷെ കളക്ഷൻ
ട്രെൻഡ്സിൽ വന്നാലൊക്കെ ഇഷ്ടം പോലെ വരും. ഓക്കെ, നമ്മൾ മാക്സിൽ കയറി. മാക്സിലാണെങ്കിൽ തീരെ കളക്ഷൻസ് ഇല്ല. അങ്ങനെ നമ്മളിപ്പോൾ ട്രെൻഡ്സിൽ വന്ന് നിൽക്കുക. 70% ഓഫിൻ്റെ ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പം 3499 ഓഫേഴ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാക്സിൽ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് എവിടെ കാണിച്ചു കൊടുക്കും. അല്ലാണ്ട് വേറൊന്നും നമ്മൾ മാക്സിമം എടുത്തില്ല. ഞാനൊരു ഡ്രസ്സ്, ഒരു ടോപ്പ് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും അത് ഭയങ്കര ലൂസായതുകൊണ്ട് തിരിച്ചു വെച്ച്. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി ട്രെൻഡ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വല്ല കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം ഇവിടുത്തെ ഓഫറെല്ലാം മാറിക്കിടക്കുക. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പ്രൈസൊക്കെ ഇല്ല. അങ്ങനെ നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ കയറി, അവിടെ നിന്ന് മാക്സ് കയറി, പിന്നെ ട്രെൻഡ്സിൽ കയറി. മാക്സിൽ നിന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ട്രെൻഡ്സിലും ഒന്നും അങ്ങോട്ട് ഇതാവാത്തതുകൊണ്ട് നമ്മൾ പാൻറ്റലൂൺസ് വന്നിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൻറ്റലൂൺസ് വരുന്നത്. പാൻറ്റലൂൺസിൽ നിന്നൊരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി നമ്മളെങ്ങും കയറുന്നില്ല. നമ്മൾ എവിടെയൊക്കെ കയറി. അങ്ങനെ ഫൈനലി നമുക്കൊരു സാധനം കിട്ടി. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് കുറച്ച്. ഒരു ഓട്ടപ്പാച്ചിലാണ്. എങ്ങനെയാണ് നിലവിനെ നല്ല ശരിക്കും ഒരു ശക്തി പിന്നാലെ വലിക്കും. ഗൈസ്, വ്ളോഗ് തീരുവാണ്. ഹോസ്റ്റലിൽ 9:30 മുന്നേ കയറണം. ബൈ ബൈ. അത് അവസാനിച്ചപ്പോഴാണ് ഓർത്തത് ഈ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ. ഫോർമാലിറ്റി അല്ല, ചെക്ക് ചെയ്യണത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഓറാക്കും എന്താ പറയാ? ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എങ്ങോട്ടാ പോണേ? പട്ടി കുറയ്ക്കും. ഹായ് ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ എന്നല്ലേ പറയാം. വെൽക്കം ടു മൈ